കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിൽ കാറ് തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആപത്താണ് തീവ്രവാദം. എന്റെ ഈ കൊച്ചു മണാലിനെ ശ്രദ്ധിക്കൂ. മോളെ ചിന്നു, മോളെ ചിന്നു, ഈ കുട്ടി എവിടെ കളിച്ച മോളെ ചിന്നു? എന്താ അമ്മ, നീ എന്നെ എന്തെടുക്കായിരുന്നു? ഞാനപ്പോ ടി വി കാണായിരുന്നു. ഒരു ടി വി കണ്ട് കണ്ണുകൾക്ക് പോയി പഠിച്ചൂടെ? ഞങ്ങൾ കളിക്കാനാ 10 ദിവസം ലീവ് തന്നിരിക്കുന്ന. നാളെ അച്ഛനല്ലോ, നീ നിന്റെ ഒരച്ഛനും. എന്താ അമ്മയും മോളും ഒരു ബഹളം? അച്ഛൻ വന്നിട്ട് ഗമയ. നാളെ ഉച്ചയ്ക്ക് ട്രെയിൻ എത്തോ രമേശമ്മോൻ? നാളെ ഉച്ചയ്ക്ക് ട്രെയിൻ എത്തുന്ന പറഞ്ഞേ. സന്തോഷത്തിലാണല്ലോ. ഇന്ന് സന്തോഷമില്ലാണ്ടിരിക്കോ? ഇന്ന് പുലർച്ചെ എന്റെ മാവന്നു ഷെക്കീറ. ഷെക്കീറ ആദ്യത്തേക്ക് സന്തോഷമായി കാണുമല്ലോ. എന്നിട്ട് ഞാൻ പോട്ടെ. ഷെക്കീറ അവിടെ വിഷന്നിരിക്കണ്ടാ. ഇവൻ ഈ വാതിൽ തന്നിട്ട് അവിടെ അല്ല പട്ടിയെ കുറിച്ച് കേറിയാവോ? അല്ല ഇത് താമി സംസാരിക്കുന്നേ. എനിക്കെല്ലാം അറിയാം ബോസ്. നാളെ കഴിപ്പില്ല എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോട്ടി തന്നെ. നാളെ നമ്മുടെ ദിവസമാണ് ബോസ്. യെസ് ബോസ്. ഇവൻ ഈ ആൾക്കാരെ തീവ്രവാദി പറ്റില്ലല്ലോ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അവൻ വരുന്നുണ്ട്. മോനെ ഷെക്കീറേ, നമുക്ക് ചോറുണ്ടാലോ? ഇല്ല വേണ്ടുമ്മ, ഞാൻ ഒരു കൂട്ടുകാരനെ കാണാൻ പോവാ. മോനെ ഷെക്കീറേ, ഉമ്മ നിനക്ക് 2 ഉള്ളവായി വെച്ച് തന്നോട്ടെ. മോനെ ഷെക്കീറേ, നമ്മളെ പെരുന്നാളിനെ നമ്മൾ ഒറ്റിക്കൊടുക്കാൻ പാടില്ല കേട്ടോ. ഉമ്മ എന്താ ഈ പറയണേ? ഇന്ത്യ തോക്കട്ടെ, പാകിസ്ഥാൻ ജയിക്കട്ടെ. നാടിനെ പറ്റ വാർത്തയിലേക്കത് നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. ഇനി നീ ജീവിച്ചിരുന്നാൽ ഇവിടെ നല്ലവരായ മനുഷ്യർ ഇനിയും മണ്ണടങ്ങും. അതുകൊണ്ട് നീ ജീവിച്ചിരുന്ന കാര്യമില്ല. നമസ്കാരം. ഞാൻ സർ ആൻ ജോസഫ്, 6B പഠിക്കുന്നു. ഞാൻ ആദ്യം കേൾപ്പിക്കാൻ പോകുന്നത് തീവണ്ടി ഓടുന്ന ശബ്ദമാണ്. ഇനി ആട് കരയുന്ന ശബ്ദം. ഇനി പട്ടി കുരയ്ക്കുന്ന ശബ്ദം. ഇനി വിമാനം റൺവേന്ന് പൊങ്ങിപ്പോകുന്ന ശബ്ദം. ഇനി റൺവേയിലേക്ക് ഇറങ്ങുന്ന ശബ്ദം. ഇനി പൂച്ചക്കുഞ്ഞ് കരയുന്ന ശബ്ദം. ഇനി കുഞ്ഞാവ കരയുന്ന ശബ്ദം. ഇനി ബബിള് പൊട്ടുന്ന ശബ്ദം. ഇനി കാറ്റൂന്ന ശബ്ദം. ഇനി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ശബ്ദം. താങ്ക് യു. പാഠം 4. ഈ തെറ്റിന് ശിക്ഷയില്ല.
എന്തൊരു സുഗന്ധം! എല്ലാവരും മൂക്ക് വിടർത്തി മണം പിടിച്ചു. എന്തിന്റെ മണമാണത്? ഇലഞ്ഞിപ്പൂവിന്റെ മണമല്ല, പാലപ്പൂവിന്റേതുമല്ല, ചക്കപ്പഴത്തിന്റേതുമല്ല. പിന്നെ അത് എന്തായിരിക്കും? അത് കാട്ടിലാകെ സംസാര വിഷയമായി. ഓലഞ്ഞാലിക്കിളിയാണ് സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തിയത്. കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ഒരു വിശേഷപ്പെട്ടൊരു പൂ വിരിഞ്ഞു നിൽക്കുന്നു. ആ പൂ കാണാൻ എല്ലാവർക്കും അതിയായ മോഹം. പക്ഷെ എങ്ങനെ കാണും? പൂന്തോട്ടത്തിന് ചുറ്റും മുള്ളുവേലിയാണ്. കൂർത്ത പല്ലും ചുമന്ന നാവും ഉണ്ട കണ്ണുകളുമുള്ള ചെന്നായ്ക്കൾ കാവലുണ്ട്. എന്തു ചെയ്തിട്ടാണെങ്കിലും അതൊന്ന് കാണണം. പറ്റിയാൽ അതൊന്ന് പറിച്ചെടുക്കണം. ചിണ്ടൻ എലി തീരുമാനിച്ചു. ചിണ്ടൻ കൂട്ടുകാരെ വിളിച്ചു കൂട്ടി. അവന്റെ അങ്ങൾ പറഞ്ഞു. രാത്രി അവർ കാത്തിരുന്നു. ചിണ്ടനും കൂട്ടുകാരും പാത്തും പതുങ്ങിയും നീങ്ങി തോട്ടത്തിനടുത്തെത്തി. ദൂരെ ഇരുട്ടിൽ 4 ഉണ്ട കണ്ണുകൾ തിളങ്ങുന്നു. കൂരിരുട്ടിൽ അവർ മുന്നോട്ട് നീങ്ങി. ആരും ശബ്ദിക്കരുത്. തുരങ്കത്തിന്റെ പണി തുടങ്ങാം. എലികൾ മണ്ണു മാന്തി ഒരു തുരങ്കം ഉണ്ടാക്കി. തുരങ്കത്തിലൂടെ അവർ എല്ലാവരും തോട്ടത്തിനകത്തെത്തി. ഏവർക്കും നമസ്കാരം. അച്ഛനും അമ്മയും പിരിഞ്ഞു പോകുമ്പോ കുഞ്ഞുങ്ങളുടെ നോവ് നാം മനസ്സിലാക്കിയിരിക്കുന്നു. എടി സുശീലേ, ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? നീ ഇവിടെ എന്നാ ചെയ്യുവാ? ഹോ, എന്നാ മനസ്സാ, ഒരു ചായ അതെങ്കിൽ തന്നെ എടുത്തു കുടിച്ചാൽ എന്താ കുഴപ്പം? അമ്മ കണ്ടോ എന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി? ഒന്ന് മാറി നിൽക്കാതെ അങ്ങോട്ട് അവരുടെ ട്രോഫി. അച്ഛ കണ്ടോ എന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി? ഒന്ന് മാറി നിൽക്കടേ അങ്ങോട്ട്. ആനക്കാര്യത്തിന്റെ ഇടയ്ക്ക് അവരോട് ചേലക്കാര്യം. അച്ഛനമ്മേ, എന്റെ ട്രോഫിനെ ഒന്ന് തിങ്ങി നോക്കിയത് പോലെയില്ല. ഞാൻ എത്ര സന്തോഷത്തോടെ അമ്മയെ അച്ഛനെ കാണിക്കാൻ ഓടി വന്നതാ. എടി, നീ ഒരു ചായ തരുന്നുണ്ടോ ഇല്ലയോ? എന്നാ മനസ്സാ, ഒരു ചായ അല്ല തന്നെ എടുത്തു കൊടുക്കുക. കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടിമയൊന്നും അല്ല. എവിടെ നിന്നെ ഞാൻ നിങ്ങളുടെ കളിയല്ലേ? ഈ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. നീ പോകുന്നതൊക്കെ കൊള്ളാം. നിന്റെ കുഞ്ഞാനമാണ് നീ അങ്ങ് എടുത്തോണ്ട് പോകോ. ആയിട്ടോ, അതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. നിങ്ങളുടെ കുഞ്ഞാനമാണ് നിങ്ങൾ തന്നെ അങ്ങ് എടുത്താൽ മതി. അയ്യോ, എന്റെ അച്ഛനമ്മയ്ക്ക് ഇത് എന്താണ് പറ്റിയത്? അച്ഛനമ്മ ഇതും കൂടി പോകുന്നു. ഇനി ആരെന്നെ ഒരുക്കി സ്കൂളിൽ വരും? ആരെന്നെ ബാഗും കൊണ്ടു? ഇതൊരു ഇവിടെ കിടക്കാൻ പേടിയാവുന്നു. ഈ നേരം എന്റെ അച്ഛനും അമ്മയ്ക്കും ഇതിന് എന്ത് പറ്റി? താങ്ക് യു. മാന്യ സദസ്സിന് നമസ്കാരം. പ്രബുദ്ധ കേരളം എന്നാണ് കേരളത്തെ നമ്മൾ അഭിമാനത്തോടെ വിശേഷിപ്പിക്കാറുള്ളത്. വലിപ്പം അടിസ്ഥാനമാക്കിയാൽ കൊച്ചു സംസ്ഥാനമാണ് നമ്മുടേതെങ്കിലും നവോത്ഥാന നായകന്മാർ അടിത്തറയിട്ട സാമൂഹിക ഭൂമികയിൽ നിന്ന് നമ്മൾ പടുത്തുയർത്തിയത് ഒട്ടും ചെറുതല്ലാത്ത നേട്ടങ്ങളാണ്. ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങൾക്കും ഒരുപക്ഷെ വികസ്വര രാജ്യങ്ങൾക്കുമൊക്കെ മാതൃകയാവുന്ന തരത്തിലുള്ളതാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തുമൊക്കെ നമ്മൾ കരഗതമാക്കിയ നേട്ടങ്ങൾ. എന്നാൽ നമ്മുടെ സാമൂഹിക സുസ്ഥിതിയെയും പൊതുജനാരോഗ്യത്തെയും സാമ്പത്തിക വളർച്ചയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ലഹരി. ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്.
രാജ്യത്തിന്റെ ഭാവി തകർക്കും വിധം അവിടുത്തെ കുട്ടികളിലും ഒപ്പം മുതിർന്നവരിലും സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം. വെറുതെ ഒരു രസത്തിന് തുടങ്ങിയത് പിന്നെ പതിയെ നീരാളിക്കൈകളാൽ ചുറ്റിവരിയും. ജീവനും ജീവിതവും നശിച്ച് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്ത തുരുത്തുകളായി അന്ധകാരം നിറഞ്ഞ ഇരുണ്ട ഇടങ്ങളിലേക്ക് തള്ളപ്പെട്ട ജീവിതങ്ങൾ. ലഹരി, മദ്യം, മയക്കുമരുന്ന്, പുകയില, കഞ്ചാവ്, മൊബൈൽ ഫോണുകൾ, ഇന്റർനെറ്റ് തുടങ്ങിയ എണ്ണിയാളൊതുങ്ങാത്ത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം യുവതലമുറ പരസ്പരം കൂട്ടിച്ചേരാൻ പോലും മറന്ന് അവർ അവരുടെയും ലഹരിയുടെ സ്വകാര്യ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതം തന്നെ. വളരുന്ന യുവതലമുറയുടെ വർണ്ണക്കടലാസിലെ അന്ധകനായ പാൻ മസാലയും ഇന്ന് വിദ്യാർത്ഥികളുടെ ഇഷ്ടത്തോഴനാണ്. ഇതിന് പുറമേയുള്ള ദൂഷ്യഫലങ്ങൾ വാക്കുകൾക്കപ്പുറമാണ്. ലഹരിയുടെ തുടർച്ചയായ ഉപയോഗം മാനസിക രോഗത്തിനും ഒപ്പം ക്യാൻസറിനും കാരണമാകുന്നു. ശാരീരിക, മാനസിക, ആത്മീയ, വൈകാരിക മേഖലകളെ തകർത്ത് വ്യക്തിയെ ഉന്മൂലനം ചെയ്യാൻ ലഹരിക്ക് സാധിക്കുന്നു. നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവനുള്ള അനുഗ്രഹങ്ങളെ തകർക്കാൻ മനുഷ്യൻ എന്തിനു തയ്യാറാകുന്നു? ഒന്ന് ചോദിക്കട്ടെ, ലഹരി എന്ത് സുഖമാണ് മനുഷ്യന് നൽകുന്നത്? മനുഷ്യവംശത്തിന് മേൽ പതിച്ച ഏറ്റവും വലിയ വിപത്ത് എന്നാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി ലഹരി വസ്തുക്കളെ വിശേഷിപ്പിച്ചത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പ്രതിസന്ധി ആത്മബലം കൊണ്ട് അതിജീവിക്കുന്നതിന് പകരം മനസ്സിന്റെ ബോധതലത്തെ ലഹരി മരുന്നിന് തിന്നാൻ കൊടുത്ത് സ്വബോധവും സുബോധവും നഷ്ടപ്പെടുത്തുന്നവർക്ക് ഒരിക്കലും ജീവിതം വിജയമാകുന്നില്ല. ഇത് മനസ്സിലാക്കാതെ അമൂല്യനിധിയായ ജീവൻ തകർത്ത് കളയുകയാണ് ഇന്നത്തെ ജനത. ബോധപൂർവം അലസ ജീവിത ശൈലിയും ദുശീലങ്ങളും കൂട്ടിയുറച്ച ലഹരിയുടെ അടിമകളോട് ലോകം മുഴുവൻ അരുതേ എന്ന് ഒരുമിച്ച് പറയുന്ന ദിനമാണ് ജൂൺ 26, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ജീവിതം എന്നത് ഒരു തരം ലഹരിയാണ്. കുടുംബത്തോടും കൂട്ടുകാരോടുമൊത്ത് ഉല്ലസിച്ച് ജീവിക്കുന്നതിൽ പരമാനന്ദം മറ്റെവിടെയും കിട്ടാനില്ല. അതാണ് ലഹരി. ജീവിതം അർത്ഥപൂർണവും രസകരവുമാകുന്നത് അപ്പോഴാണ്. ലഹരി വസ്തുക്കൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്കും പറയാം, ജീവിതമാണ് ലഹരി. നന്ദി, നമസ്കാരം. It was a sunny afternoon. The inmates of the bungalow were at the siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound. It closed my wheel." He pointed to its track under the gate and resumed his journey. The family consists of the mother and her 4 sons. They were greatly agitated to hear the news. Soon they assembled at the gate. Their old servant Dasa was sleeping in the shed. They shook him out of his sleep and told him about the arrival of the cobra. "There isn't any cobra here," he replied, and tried to dismiss the matter. They saw at him and wanted him to be serious. "The thing is somewhere here. If it is not found before the evening, we will dismiss you. You don't seem to care for the garden." Some neighbors dropped in. They looked accusingly at Dasa. "You have the laziest servant on earth," they said. "You ought to keep the surroundings tidy." "I have been asking for a grass cutter for months," Dasa said. In one voice, they ordered him to manage with the available things and learn not to make demands. മാന്യ സദസ്സിന് നമസ്കാരം. അച്ഛനമ്മമാരുടെ കൈപിടിച്ച് വിദ്യാലയ പടിവാതിലിൽ പകച്ചു നിന്ന എന്നെ ഇമ്മടിയോളം വലിയവനാക്കിയ എന്റെ പ്രിയ വിദ്യാലയം, ദീപപ്രഭ ചൊരിയുന്ന കെടാവിളക്കിലെ തിരുനാളമായ എന്റെ അധ്യാപകർ, ആദ്യമായി എന്റെ വിദ്യാലയത്തിനും ഗുരുഭൂതകർക്കും പ്രണാമം. മഞ്ഞണിഞ്ഞ മാമലകളാലും മരുതക പട്ടുപിരിച്ച കുന്നിൻ ചെരുവുകളാലും പുളകിതയായ എന്റെ ഗ്രാമത്തിന്റെ ശ്രീകോവിലാണ് എന്റെ വിദ്യാലയം. ഈ അറിവിന്റെയും ഈശ്വരജ്ഞാനത്തിന്റെയും മുത്തുകൾ കോർത്ത് സംസ്കാരത്തിന്റെ മാലകൾ കോർക്കുവാൻ എന്നെ പഠിപ്പിക്കുന്നത് എന്റെ വിദ്യാലയമാണ്. അടുത്തു നിൽക്കുന്ന അനുജന്റെ കണ്ണിൽ ഈശ്വരനെ ദർശിക്കുവാൻ തക്ക വിധത്തിൽ എന്റെ
മിഴികളെ തുറക്കുന്നതും എന്റെ വിദ്യാലയം തന്നെ. അക്ഷരങ്ങളുടെ അറിവിന്റെ വിജ്ഞാനത്തിന്റെ അത്ഭുത കലവറയായ എന്റെ വിദ്യാലയം എനിക്ക് സ്വന്തം വീട് തന്നെയാണ്. പാഠ്യാത രംഗങ്ങളിലും ജീവിത വീതിയിലും ഓരോരുത്തരെയും മികവുറ്റവരാക്കുന്ന പ്രതിഭാശാലികളായ അധ്യാപകർ ഈ ഭവനത്തിന്റെ മാതാപിതാക്കന്മാരും സർവോപരി ഒരു യഥാർത്ഥ മനുഷ്യനും മനുഷ്യ സ്നേഹിയുമാകാൻ എന്നെ പരിശീലിപ്പിക്കുന്ന എന്റെ വിദ്യാലയം ഞാൻ എത്ര വളർന്നാലും എന്റെ ജീവശ്വാസമായി എന്നിൽ ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ടെസ്മരിയ ബേബി, വെള്ളികുളം സെന്റ് ആന്റണീസ് സ്കൂളിൽ 9ാം തരം വിദ്യാർത്ഥിനിയാണ്. മദ്യപാനം മൂലം ഒരു കുടുംബത്തിനുണ്ടായ തകർച്ചയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അമ്മേ, അമ്മേ, എന്താ മോളെ? എത്ര ദിവസമായി ഞാൻ പൈസ ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഒന്ന് തരുവോ? മോളെ, അച്ഛൻ്റെ കയ്യിലാണ് പൈസ ഇല്ല, അമ്മ കടം ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടിയ ഉടനെ നിനക്ക് തരാം. ഹോ, ഇന്ന് കിട്ടുവോ? ഉടനെ കിട്ടും. മോള് പോയിരുന്നു പഠിക്കുക, അച്ഛൻ നോക്കി എന്നിട്ട് ഒരു കാര്യമില്ല. നീ ഈ കുടുംബത്തിലോട്ട് വന്ന് കയറി അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ കഷ്ടകാലം. പിന്നെ അതിനു മുമ്പ് വലിയ കോടീശ്വരല്ലായിരുന്നോ? അതെടി, അങ്ങനെയാ ജീവിച്ചത്. ആ, വരുന്നുണ്ട് അമ്മയുടെ കോടീശ്വര പുത്രൻ. ഞാനോ എന്തിനാ മനുഷ്യ വിളിച്ചു പോന്നെ? ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? ആ, എന്നെ അമ്മ മോളോടൊരു സംഭാഷണം. ഓ, നിങ്ങളുടെ അമ്മ പറയുക ഞാൻ വന്ന് കയറിയപ്പിന്നെ നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങിയെന്നാ. അത് സത്യമല്ലേ? ഹോ, എന്റെ ദൈവമേ, ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എനിക്ക് ഇത് കെട്ട നേരത്താണ് ഈ കാലമാണെന്ന് കുറിച്ചിട്ട് ഇറങ്ങി പോരാൻ തോന്നിയത്. എന്നടി നീ എന്നെ വിളിച്ച് കാലമാണെന്ന്? അല്ല, രാജകുമാരാന്ന്. അത് സൂപ്പർ. പിന്നെ ജാനോ, എനിക്ക് ഭയങ്കര ചങ്കിന വേദന ആടിയേ. എങ്ങനെ ചങ്കിന വേദന വരാതിരിക്കും? എല്ലാ ദിവസവും വിഷം തന്നെ ഇല്ലേ കുടിക്കുന്നത്? നിനക്ക് എന്നാന്നറിയാം, വിഷമൊന്നല്ല. അയ്യോ, രാജേട്ടാ, രാജേട്ടാ, എന്ത് പറ്റി രാജേട്ടാ? ആശുപത്രി. ഡോക്ടർ സാറേ, എന്റെ ഭർത്താവിന് എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന് ലിവർ സിറോസിസ് എന്ന രോഗമാണ്. എത്രയും പെട്ടെന്ന് സർജറി നടത്തണം. അതിന് നല്ല പൈസ ചെലവുണ്ട്. പൈസ അടച്ച ശേഷം എന്നെ വന്ന് കാണുക. വീടിന്റെ ആധാരം പണയപ്പെടുത്താം, ഉള്ളതൊക്കെ വിറ്റു പോർക്കാം. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണം. സാറേ, പൈസ അടച്ചു. ശരി, സർജറി നടത്തിയേക്കാം. ദൈവമേ, അങ്ങനെ കാത്തോണേ. രാജുവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അദ്ദേഹം 102ാമത്തെ മുറിയിലുണ്ട്. ശരി രാജുട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. ഞാൻ ഇവിടെ കിടന്ന് തീ തിന്നുമായിരുന്നു. അതെന്നെ, വേറൊന്നും തിന്നാൻ കിട്ടിയില്ലേ? മനുഷ്യ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇദ്ദേഹം മദ്യപിച്ചാൽ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടറെ. ഒരാഴ്ചക്ക് ശേഷം. ജാനുവേ, ഞാൻ ആ കട വരെ ഒന്ന് പോയേക്കുക. മനുഷ്യ, നിങ്ങൾ കുടിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അതൊക്കെ എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ജാനോ, അയ്യോ മനുഷ്യ, നിങ്ങൾ പിന്നെ കുടിച്ചോ? പുള്ളിക്കാരന് ചോറിയടി, എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ രാജേട്ടാ, രാജേട്ടാ, എന്ത് പറ്റി രാജേട്ടാ? പ്രിയമുള്ളവരെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും മദ്യപിക്കില്ലെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നന്ദി. किसी गांव में विक्रम नाम एक युवक रहता था। एक दिन बैठे बैठे वह सोचने लगा, मैं कैसे ढेर सारा धन कमाऊं और आराम से रहूं। उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा, लेकिन कोई ठोस उपाय नहीं मिला। सब सुबह का समय था। विक्रम खेतों से होकर जा रहा था। रास्तों में एक किसान से उसने जल्दी धन कमाने का उपाय पूछा। किसान ने विक्रम को बताया, गांव के उस पार एक सज्जन रहते हैं, उनका नाम है विश्वनाथ। शायद वे कोई आसान तरीका बता सकते हैं। विक्रम जल्दी जल्दी विश्वनाथ के घर की ओर चल पड़ा। उसके द्वार पर पहुंचकर विक्रम ने देखा कि द्वार खुला हुआ था और विश्वनाथ कमरे में बैठे थे। विक्रम ने उनके प्रणाम किया और उनके सामने बैठ गया।
വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. ഇരു തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരു ത്രാടരായി വിസ്മയമോടെ ഞാൻ നിന്നു. ചിരിക്കുന്നൊരരിപ്പൂക്കളെ ചൊല്ലൂ താരകൾ നിങ്ങളല്ലേ. ചിലമ്പുന്നൊരരിപ്രാക്കളെ തിങ്കൾ ചില്ലയിൽ നിങ്ങളില്ലേ. ചില്ലുനിലാവും മണിമുല്ലയും എൻ കടക്കണ്ണു മുന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരു ത്രാടരായി വിസ്മയമോടെ ഞാൻ നിന്നു. പ്രകൃതി മനോഹരിണി രാവിൽ നിറ പറയൊരുക്കുന്നുവോ. പ്രണവമന്ത്രാക്ഷരത്താൽ നിന്നെ രാവിൽ ദിക്കുകൾ വാഴ്ത്തുന്നുവോ. ആ ആ ആ ശ്രാവണവും നിൻ വാസന്തവും എന്നുടൽ ചേരുമൊന്നല്ലേ. ഇന്ത്യയിലെ വെള്ളാരം കല്ലുകൾ പൈൻമരക്കാടുകളിലൂടെ നടന്നെത്തിയത് വിശാലമായ ഒരു സമതലത്തിലാണ്. സമതലത്തിന്റെ ഒരു ഭാഗത്തുകൂടി അളകനന്ദ സാമാന്യം വീതിയിൽ ഒഴുകുന്നു. സമതലം ഓറഞ്ച് മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവയ്ക്കപ്പുറം ഉത്തുംഗമായ പർവ്വതങ്ങളുടെ അനേകം നിരകൾ ദൃശ്യമായി. ഓറഞ്ച് മരങ്ങളിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും കലർന്ന ഫലങ്ങൾ കായ്ച്ചു നിന്നിരുന്നു. അവയ്ക്കിടയിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ അകലെ കല്ലുകൊണ്ട് മേഞ്ഞ 4-5 കുടിലുകൾ കണ്ടു. അടുത്തെത്തിയപ്പോൾ അതൊരു ചെറിയ ഗ്രാമമാണെന്ന് മനസ്സിലായി. ആദ്യം കണ്ട കുടിലിനുള്ളിൽ നിന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും സംസാരം കേട്ടു. ഞാൻ കുടിലിന്റെ വാതിൽക്കൽ ചെന്നു. അതിനുള്ളിൽ ആരൊക്കെയോ ഉണ്ട്. ആദ്യമായി വാതിൽക്കൽ എത്തിയത് 10 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ഗഡുവാളി യുവതികളെ പോലെ വസ്ത്രധാരണം ചെയ്തിരുന്നു. എന്നെ കണ്ട് പരിഭ്രമിച്ച മട്ടിൽ അവൾ അകത്തേക്ക് പോയി. അല്പനേരത്തിനുള്ളിൽ ഒരു മധ്യവയസ്കൻ കുടിലിന്റെ വാതിൽക്കൽ വന്നു. അയാൾ തല വെളിയിലേക്കിട്ടു നോക്കി. എന്നോട് ചോദിച്ചു, എന്താണ് ഭായി, എന്തു വേണം നിങ്ങൾക്ക്? പീപ്പിൾ കോട്ടയിലേക്ക് എത്ര ദൂരമുണ്ട്? ഞാൻ ചോദിച്ചു. അയാൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു. അകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അതാ അവിടെ ഒരു പാലമുണ്ട്. അത് കയറി ഇറങ്ങിയാൽ ഒരു കയറ്റം കാണും. ആ കയറ്റം കയറിയാൽ നിങ്ങൾ പീപ്പിൾ കോട്ടയിലേക്കുള്ള മോട്ടോർ റോഡിലെത്തും. നിങ്ങൾ എവിടേക്കാണ്? അയാൾ തുടർന്ന് ചോദിച്ചു. ഞാൻ ബദീലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അയാൾ ചോദിച്ചു. ദില്ലിയിൽ നിന്ന്, ഞാൻ പറഞ്ഞു. ദില്ലി എന്ന് കേട്ടപ്പോൾ അയാളുടെ ഉത്സുകം വർദ്ധിച്ചു. ദില്ലിയിലോ? ദില്ലിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ദില്ലിയിൽ എവിടെയാണ് എന്നൊക്കെ അയാൾ തിരക്കി. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണെന്നും താമസം കരോൾ ബാഗിലാണെന്നും പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ബാബു, നിങ്ങൾ ഒരു നിമിഷം നിൽക്കണം, ഞാൻ ഇതാ വരുന്നു. ഇത്രയും പറഞ്ഞ് അയാൾ ധൃതിയിൽ ഉള്ളിലേക്ക് കയറിപ്പോയി. അയാൾ തിരികെ വന്നത് അകത്തുനിന്ന് ഒരു ബെഞ്ചും എടുത്തുകൊണ്ടാണ്. ബാബു ഇരിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയാൾ വീണ്ടും അകത്തുപോയി. തെല്ലിട കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അയാളുടെ പക്കൽ ഒരു കത്തുണ്ടായിരുന്നു. അയാൾ അതെന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ബാബു, ഇതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ് നോക്കൂ. എന്റെ മകന്റെ കത്താണിത്. തെളിച്ചം കുറഞ്ഞ ബാൾ പെന്നുകൊണ്ട് വടിവില്ലാത്ത ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഒരു കത്ത്. അതിന്റെ താഴെ വലുതായി വിക്രം സിംഗ് എന്നും അതോടൊപ്പം ഡൽഹിയിലെ ഒരു മേൽവിലാസവും എഴുതിയിരിക്കുന്നു. അയാൾ തുടർന്നു, ബാബു, എന്റെ മകൻ പോയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. 4 മാസം മുമ്പാണ് ഈ കത്ത് കിട്ടിയത്. എവിടെയോ ജോലി കിട്ടിയത്രേ. അതിനുശേഷം കത്തുകളൊന്നുമില്ല. ഞാൻ 1-2 കത്തയച്ചിട്ട് മറുപടിയില്ല.
ഡൽഹിയിൽ ചെല്ലുമ്പോൾ ദയവായി നിങ്ങൾ അവനെ കാണണം. അവൻ സുഖമായിട്ടിരിക്കുന്നുവോ എന്നറിയണം. आदरणीय गुरुजनों, प्यारे मित्रों, सबका मेरा प्रणाम। आज मानव मन प्रश्न संकीर्ण अवस्था में चलते फिरते हैं, क्योंकि कोविड बीमारी की आगमन से मानव वह पर एक उत्तरहीन या आगे चलने या चिल्लाते पर देखने को नहीं सकता का स्थिति फैल कर दिया गया है। कोविड या कोरोना वायरस एक वायरस महामारी है। यह महामारी विश्व को पांचे में जगड़ लिया है। भारत में 2 लाख से ज्यादा लोगों की जान ले ली है से और कई लोग इस वायरस से संक्रमित है। कोरोना वायरस ने भारत की शिक्षा को प्रभावित किया है। लगभग मार्च महीने से टाउन की वजह से विद्यालय बंद कर दिए गए हैं। सरकार ने अस्थायी रूप से स्कूलों और कॉलेज को बंद कर दिया है। वर्तमान स्थिति अनुसार एक अनिश्चित है कि स्कूल कब खुलेंगी। शिक्षा संस्थानों के बंद होने के कारण दुनिया भर में ऑनलाइन शिक्षा आयोग किया गया है। केरल की शिक्षा संविधान की और देखने से शिक्षा मैत्री निर्देशानुसार सभी विद्यार्थियों के लिए इस संविधान से पूरी तरह नहीं मिली। इंटरनेट के प्रश्न चार्ज करने के लिए पैसा की कमी, हर एक दिन अन्य जगह या घरों में काम करने के लिए जाना, माता पिता के घरों में रहने वाले बच्चों के प्रदर्शन आदि शिक्षा धारा के सामने प्रतिबंध खड़ा होगा। सबको ऑनलाइन शिक्षा दायित्वपूर्ण से अपनाने की उपयोगिता नहीं सकता, क्योंकि शिक्षा की अभिरुचि या शिक्षा की आवश्यकता लक्ष्यपूर्ण जीवन सपना कई छात्रों की मन में नहीं है। इसके अलावा गांव वासियों के जीवितावस्था में भी कई तरह की कठिनाइयों भी है। आज के स्थिति में बच्चों की सुरक्षा भी माता के सामने एक सवाल बनते हैं। मनुष्य को कई बार महामारियों को सामना करना पड़ा है। इस कठिन स्थिति में भारत की प्रत्येक नागरिक को ढूंढ संकल्प, इच्छा शक्ति और संयम से कार्य करना चाहता है। कोरोना से जल्दी निजात पाने के लिए मार्ग की चाह। Respected teachers and my dear friends, a few words about mother is my first teacher. My mother is the most precious person that cannot be described in words. Mother is a real blessing of God. There is no match for the love of mother. We cannot find the example of her love in this world. Mother is my first teacher. She is my guide, my friend, and above all my world. I have never found anyone so near and dear to me except my mother. She loves me unconditionally and takes great care of me all the times. She teaches me the importance of the honesty and simplicity in life. Home is the first school and mother is the first teacher. She may be educated or not, but she is the best teacher from whom we can learn how to show care and affection. The mother won't be a fighter, but should be a well preacher. She teaches me to go on the right path and do the right things. She is a first teacher for me, who taught me to speak, walk, behave well, and many more good things. She always inspires to me to do something for the society and the nation. I love my mother very much, and I can never forget the sacrifices she made for me. Thank you. നീലരാ
കാറ്റുകൾ കൈകൾ ഏന്തിയ പൂമണം കാവുകൾ നീളെ പടർന്നു നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു മാനം കടന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തർന്നു മാനം കടന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു കളകള നൂപുര മുഖരിത പുളിനങ്ങൾ കളകള നൂപുര മുഖരിത പുളിനങ്ങൾ ലാസ്യമകാലസമാക്കി. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരമ്മൂമ്മ കഥയാണ്. ഉണ്ടനും ഉണ്ടിയും. ഉണ്ടനും ഉണ്ടിയും ഉണ്ണിയപ്പൻ ചുട്ടു. പക്ഷേ ഉണ്ണിയപ്പൻ തിന്നാൻ ഒരാൾ കൂടി എത്തി. ആരാണ്? ഒരു പുലിയച്ചൻ. അയ്യോ, പുലിയച്ചൻ ഉണ്ണിയപ്പൻ തിന്നുമോ? നമുക്ക് നോക്കാം. പണ്ട് ഒരു ഗ്രാമത്തിൽ തീരെ പൊക്കം കുറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. ഒരു മടിയനാണ് ഉണ്ടൻ. പെരും കൊതിച്ചാണ് ഉണ്ടി. ഒരു ദിവസം ഉണ്ടി ഉറക്കം വേണ്ടിയിട്ടപ്പോൾ അയൽപക്കത്തിൽ ഉണ്ണിയപ്പത്തിന്റെ മണം ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വര, കൊതി നോക്കിയിരിക്കാനാണല്ലോ എന്റെ വിധി. എടി, അവൾ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ. ചുട്ട് കഴിയുമ്പോ നമ്മൾ അങ്ങോട്ട് പോകാം. ഏതായാലും രണ്ടെണ്ണം തരാനിരിക്കില്ല. ഈശ്വര, 2 ഉണ്ണിയപ്പമോ? ആർക്ക് വേണം? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. ഉണ്ടിയും കുട്ടി വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോയി. കണ്ണി കണ്ട ചുള്ളി എല്ലാം വിറക്കി എടുത്ത് 2 വലിയ കെട്ടാക്കി. ഇത്രയും വിറക് കൊണ്ട് ഒരു 100 ഉണ്ണിയപ്പം നാം ഉണ്ടാക്കും. എനിക്ക് ഉണ്ണിയപ്പം തിന്നാനൊന്ന് കൊതിയായി. ഉണ്ടി തല വിറക് ഇട്ട് വെച്ചു കൊടുത്തു. പക്ഷേ ഉണ്ടന്റെ തലയിൽ ആര് വിറക് ഇട്ട് വെച്ചു കൊടുത്തു? അയ്യോ, പുലി. ഏയ്, പേടിക്കണ്ട, ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു. വിറക് ഞാൻ പിടിച്ചത്. പക്ഷേ 10 ഉണ്ണിയപ്പം നൽകി. എന്താ മറ്റേ ഭാഗങ്ങളിലല്ല. ഉണ്ടനും ഉണ്ണിയും പുലി പറഞ്ഞ് സമ്മതിച്ചു. പക്ഷേ പെരുകൊച്ചാരുണ്ടി വീട്ടിൽ തന്നെ വട ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം. 10 പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6 3 നിനക്ക് 3 എനിക്ക് 3 അങ്ങനെ ഉണ്ടനും ഉണ്ടിയും ഉണ്ണിയപ്പം തിന്നു. ഈ പുലിയല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കി. നമ്മളല്ല, അതും നമ്മൾ 2 കൂടി തിന്നാം. പിന്നെയും ഉണ്ടന്റെ ഉണ്ണിനെയും കണ്ട് വീണ്ടും ഉണ്ണിയപ്പം ചട്ടിലായി. ഇനി 6 ഉണ്ട് ബാക്കി. പുലിയൊന്ന് കാരണം പിടിച്ചെന്നല്ലോ. അതിന് 2 ഉണ്ണിയപ്പം മതി. അത് മതി, അത് മതി. പക്ഷേ പെരുമൊഴിച്ചായ ഉണ്ടനറിയാതെ ഒന്നും കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്നു. ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരെ സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്ക് വെപ്പാളമായി. പുലി വരുമ്പോ നമ്മൾ എന്തു ചെയ്യും? പേടിക്കാതെ പുലിയെ നമ്മൾ ഓടിക്കും. നേരെ സന്ധ്യയായി. പുലി വന്നു. പുലി വെള്ളം കുടിക്കാൻ കഴിഞ്ഞു കരെ പോയി. അയ്യോ, പാമ്പ്. പുലി നേരെ കിണറ്റിലേക്ക് വീണു. എടി, നമ്മുടെ വിദ്യ വലിച്ചു. പുലി കിണറ്റ് വീണടിയെ. കിണറ്റ് വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടി താഴേക്ക് വെച്ചു. പക്ഷേ കിണറ്റിക്കാരി ഒഴിച്ചിരുന്ന എണ്ണയിൽ തിരിഞ്ഞ് ഉണ്ടനും ഉണ്ടിയും നേരെ കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, നോക്കണേ. താങ്കുച്ച് കുരുങ്ങി താൻ തന്നെ വീണു. മാന്യദാസിന് നമസ്കാരം. എൻ്റെ പേര് ആൽബിൻ. ഞാൻ സ്റ്റാൻഡേർഡ് 10ലാണ് പഠിക്കുന്നത്. ഞാൻ മിമിക്രിയാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കുഞ്ഞു പൂച്ചയുടെ അടുത്തത് കുഞ്ഞു പട്ടിയുടെ പപ്പി. നമ്മൾ പപ്പി എന്നൊക്കെ കളിക്കത്തില്ലേ, കുഞ്ഞു പട്ടികളുടെയൊക്കെ സ്വരം. അടുത്തത് ജനാർദ്ദൻ എന്ന സിനിമാ നടൻ്റെ. എന്താണ് നിനക്കൊരു കാര്യം? എൻ്റെ പറമ്പിന് എന്നോടേക്ക് തേങ്ങ അരയ്ക്കുന്നു. അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഹൃദയമിടിപ്പ്. ഹൃദയം എങ്ങനെ ഇടിക്കുന്നതെന്ന് സ്വരം. അടുത്തത് റേസിംഗ് കാറിന്.
ഭാഷ താൻ. അതെ, ഓരോ മലയാളിയുടെയും അന്തരംഗത്തിൽ എന്നെന്നും പ്രതിധ്വനിക്കേണ്ട പദ്യശകലമാണ് മഹാകവി വള്ളത്തോളിന്റെ ഈ വരികൾ. എന്റെ ഭാഷ, എന്റെ മലയാളം, എന്റെ ഹൃദയത്തിന്റെ ഭാഷ. ആയുടെ ലാളിത്യവും ഇക്ഷായുടെ ഗാംഭീര്യവും രായുടെ മൂർച്ചയുമുള്ള അക്ഷരങ്ങളാൽ തല ഉയർത്തി നിൽക്കുന്ന ശ്രേഷ്ഠ ഭാഷയാണ് നമ്മുടെ മലയാളം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചന്റെ കിളിക്കൊഞ്ചലും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും കുഞ്ചന്റെ തുള്ളലും ഉള്ളൂരും വള്ളത്തോളും കുമാരനാശാനും കഥ കണ്ട സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറും പ്രണയഗായകൻ ചങ്ങമ്പുഴയും OMV-യും MD-യും അക്കിത്തവും തുടങ്ങി പാടിയും എഴുതിയും കഥ പറഞ്ഞും മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തോട് ചേർത്തു നിർത്തിയ എത്രയോ സർവധനന്മാർ. 2013 മെയ് 13 ശ്രേഷ്ഠ ഭാഷാ പദവി കൈവരിക്കുന്ന 5ാമത്തെ ഭാഷയായി നമ്മുടെ മലയാളം മാറി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മലയാളത്തെ മറക്കുന്ന മലയാളിയാണ് മലയാളത്തിന്റെ ശാപം. മലയാളം എഴുതാനും വായിക്കാനും പറയാനും അറിയില്ല എന്ന് പറയുന്നത് ഇന്ന് മലയാളിക്ക് ഒരു അഭിമാനമായി മാറി. അമ്മയുടെ അമ്മിഞ്ഞപ്പാലിനൊപ്പം നമുക്ക് ലഭിക്കുന്നതാണ് മാതൃഭാഷ. ചിന്തകൾക്ക് രൂപം നൽകുന്നതും ഭാവനയുടെ ചിറയിലേറി പറക്കാൻ ആശയം രൂപപ്പെടുന്നതും മാതൃഭാഷയിലാണ്. നമ്മുടെ സമൂഹത്തിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നൽകുന്ന പ്രാധാന്യം പലപ്പോഴും നാം മലയാള ഭാഷയ്ക്കും നൽകുന്നില്ല. ഇംഗ്ലീഷ് ലോക ഭാഷയാണ്, അത് പഠിക്കുകയും അറിയുകയും വേണം. പക്ഷേ മലയാളത്തെ ഉപേക്ഷിച്ചു കൊണ്ടാവരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് മലയാളം. The Worry. Vidyadhara was the king of Gandhara. He was a just and wise king. The king was fond of gardening. He spent a lot of time tending his garden, planting the finest plants, fruit trees, vegetables and crops. His people were very happy. The king did not have children. As the king grew older, everyone got more and more worried. Who would take over the kingdom after him? A proclamation. To find a successor, the king thought of an idea. He decided, I will distribute some seeds to all the children in the country. The child who grows the biggest, healthiest plant will become the prince or the princess. They can take 3 months for it. The king ordered his minister to give a proclamation. Seed of hope. The next day, a long line of anxious parents and children formed outside the place. Everyone was eager to get a seed and grow the best plant. Pingala, a poor farmer's son, was one among those children. He to get a seed from the king and sowed it in a pot in his garden. He took great care of the seed. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലുലാകാശം കണ്ടു, മേലെ വാനിൽ പായ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. ഇരു തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു.
ചിലമ്പൊന്നൊരരിപ്പൂക്കളെ ചൊല്ലൂ താരകൾ നിങ്ങളല്ലേ, ചിലമ്പൊന്നൊരരിപ്രാക്കളെ തിങ്കൾ ചില്ലയിൽ നിങ്ങളില്ലേ, ചില്ലനിലാവും മണിമുല്ലയും എൻ കടക്കണ്ണുമുന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പ്രകൃതി മനോഹരി നീ രാവിൽ നിരപരയൊരുക്കുന്നുവോ, പ്രണവമന്ത്രാക്ഷരത്താൽ നിന്നെ ദിക്കുകൾ വാഴ്ത്തുന്നുവോ, ശ്രാവണനും നിൻ വാസന്തവും എന്നുടെ ചേലുമൊന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. आदरणीय गुरुजनों, प्यारे मित्रों, नमस्कार। टेक्नोलॉजी आज हम इंसानों के लिए एक वरदान है। एक ऐसा वरदान जो सिर्फ एक क्षेत्र में न है बल्कि क्षेत्र में हमें फायदा पहुंच रहा है। शिक्षा हम सब के लिए बहुत जरूरी है, इसलिए टेक्निक अथवा टेक्नोलॉजी की मदद से इसमें निरंतर सुधार हो गया है। अगर हम समय पीछे देखें तो एक समय ऐसा भी था अगर जब हमारे पास पेंसिल और कागज भी नहीं था, लेकिन अब तो पेंसिल और कागज का दौर भी पुराना हो गया है। आज वर्चुअल क्लास के द्वारा शिक्षा प्रदान की जा रही है, जिससे छात्र रचनात्मक तरीके से शिक्षा को ग्रहण कर रहा है। इसके अलावा जिस प्रकार शिक्षा के क्षेत्र में कंप्यूटर्स का इस्तेमाल किया जा रहा है, उससे छात्रों के लिए किसी भी विषय को समझना बहुत आसान हो गया है। छात्र इंटरनेट की मदद से किसी भी विषय को संबंध में आसानी से जानकारी प्राप्त कर सकते हैं। आज टेक्नोलॉजी से लोगों के जीवन तौर पर काफी हद तक सुधार दिया है और देश दुनिया के विकास को एक नया आयाम प्रदान किया है। इसके अनगिनत फायदों को देखकर आप लोग इसके आदी हो चुके हैं। बाकी टेक्नोलॉजी से लोगों को अपनी मानसिक क्षमता का आकलन करने में भी मदद मिली है। बाकी व्यक्ति अथवा देश के विकास एक सीधे तौर पर टेक्नोलॉजी से ही जुड़ा है। इतना कहकर मेरा भाषण समाप्त करता है। धन्यवाद। മാനസദസ്സിന് നമസ്കാരം. മലയോളം ഔന്നിത്യവും കടലോളം ഹൃദയ വിശാലതയും ഭൂമിയോളം ക്ഷമയും സൂര്യനോളം ആത്മീയ തേജസ്സും നേടുമ്പോഴാണ് ഒരാൾ സംസ്കാര സമ്പന്നനാകുക. പഠനമാണ് ഒരുവനെ ഇതിന് പ്രാപ്തനാക്കുക. എന്നാൽ പഠനം കൊണ്ട് മാത്രം ഒരാൾ മാതൃകാ വിദ്യാർത്ഥി ആകണമെന്നില്ല. എന്തു പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, എന്തു പഠിച്ചു എന്നതാണ് പരമപ്രധാനം. ഓരോ വ്യക്തിയിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായത് പുറത്തെടുക്കുകയാണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന് ഗാന്ധിജി വിദ്യാഭ്യാസത്തെ നിർവചിക്കുമ്പോൾ ഏറ്റവും നല്ലതിനെ പുറത്തെടുത്ത് പ്രകാശിപ്പിക്കുന്നവനാണ് മാതൃകാ വിദ്യാർത്ഥി എന്ന് വ്യക്തം. തന്റെ ഉള്ളിലുള്ള ഉത്തമാംശത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമ്പോഴാണ് ഒരാൾ മാതൃകാ വിദ്യാർത്ഥിയാകുന്നത്. പ്രക്ഷുബ്ധമായ സാമൂഹിക അന്തരീക്ഷത്തിലും പ്രശാന്തതയോടെ വ്യാപരിക്കുവാൻ കഴിയുമ്പോഴാണ് വിദ്യാർത്ഥി ശ്രേഷ്ഠനാകുക. സ്നേഹത്തിന്റെ ഈഴയടുപ്പവും പ്രശാന്ത
നല്ല വിദ്യാർത്ഥി ജന്മമെടുക്കുന്നു. അപരനിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഒരുവന് കഴിയുന്നുണ്ടോ എന്ന് നാം പ്രത്യേകം ചിന്തിക്കണം. അധ്യാപകരെ ആദരിക്കുവാനും മാതാപിതാക്കളെ സ്നേഹിക്കുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും നാടിനു നന്മയായി തീരുവാനും കഴിയുമ്പോൾ അവൻ സംസ്കാര സമ്പന്നനാകും. ജീവിത മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂല്യബോധത്തോടെ വ്യാപരിക്കുന്നവനാണ് ഒരു നല്ല വിദ്യാർത്ഥി. നന്മയേത് തിന്മയേത് എന്ന് നല്ല വിദ്യാർത്ഥി തിരിച്ചറിയണം. സത്യസന്ധതയും സഹിഷ്ണുതയും സഹാനുഭൂതിയും സൽക്കർമ്മങ്ങളും നല്ല വിദ്യാർത്ഥി സ്വന്തമാക്കിയിരിക്കും. ലക്ഷ്യബോധത്തോടെ നല്ല വഴികൾ തിരഞ്ഞെടുക്കും. സർവോപരി ദൈവവിശ്വാസവും സഹജീവികളോടുള്ള സ്നേഹവും കൊണ്ട് അവന്റെ ജീവിതം സൗന്ദര്യപൂർണമായിരിക്കും. ആകിയാൽ പ്രിയമുള്ളവരെ, നമുക്ക് ഗുണമേന്മയുള്ള വിത്ത് പോലെ മാതൃകാ വിദ്യാർത്ഥിയായി വളർന്ന് സൽഫലങ്ങളുടെ വിളവെടുപ്പ് നടത്തി നല്ല നാളേക്കായി നമ്മെ തന്നെ സജ്ജരാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ക്രിസ്റ്റി മരിയ. എല്ലാവർക്കും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ന്യൂട്ടെല്ലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: വെള്ളക്കടല 1/2 കപ്പ്. ഇതാണ് 1/2 കപ്പ് എടുത്തേക്കുന്നത്. ഇതാണ് 1/2 കപ്പ്. കൊക്കോ പൗഡർ 1/4 ടീസ്പൂൺ. ഇതാണ് ബട്ടർ. ഞാൻ അമൂലിന്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഏത് ബട്ടർ ഇട്ടാലും കുഴപ്പമില്ല, അമൂലായിരിക്കും ഇച്ചിരി നല്ലത്. 1/4 പഞ്ചസാര. ഇത് പഞ്ചസാര പൊടിച്ചാണ് മിക്സിയിലിട്ട്. ഇത് 1/2 കപ്പ്. പിന്നെ നമ്മള് ഇച്ചിരി നല്ലപോലെ രുചി വരാൻ വേണ്ടി നമ്മള് ബദാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഇച്ചിരി മതി. പിന്നെ വാനില എസൻസ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ആണ് എടുക്കേണ്ടത്. അത് ഒത്തിരി ഫ്ലേവർ വരാതിരിക്കാൻ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം ഈ പഞ്ചസാര പൊടിക്കാം. നമ്മുടെ പഞ്ചസാര നല്ലപോലെ പൊടിഞ്ഞു വന്നേക്കുവാണ്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ പഞ്ചസാര ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ വെള്ളക്കടലയ്ക്ക് ഹസൽനട്ട് എന്നും പറയും. നമുക്ക് ഈ വെള്ളക്കടല നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ വെള്ളക്കടല നമ്മുടെ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് വെള്ളക്കടല അതിലേക്ക് ഇടാം. ഇനി നമുക്ക് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് 10 മിനിറ്റെങ്കിലും ഇത് ഇളക്കണം. നമ്മൾ റോസ്റ്റ് ചെയ്ത കടലയാണ് ഈ മുറത്തിൽ കാണുന്നത്. നമുക്കിനി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാര പൊടിച്ച പാത്രം തന്നെയാണിത്. അത് കഴുകി കളയേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത കടല പൊടിക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത കടല മിക്സിക്കകത്തിട്ടു. നമുക്കിനി പൊരിച്ചെടുക്കാം. നമ്മുടെ കടല നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു തവണ അടിച്ചിട്ട് നല്ലപോലെ ആയില്ലെങ്കിൽ നമുക്കിത് അരിപ്പയ്ക്ക് വെച്ച് ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അമൂലിൻ്റെ ബട്ടറാണ്. നമ്മൾ ഇതിൻ്റെ ഇത് 100 ഗ്രാമിൻ്റെയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് 50 ഗ്രാം എടുക്കാം. നമ്മൾ ഇത് സ്റ്റൗവിൽ തീ വെച്ച് ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിൽ വെച്ച് ബട്ടർ മെൽറ്റ് ചെയ്യുവാണ്. നമ്മൾ ചൂടായിട്ടിരുന്ന പാത്രമായതുകൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി വരുന്നുണ്ട്. പാത്രം ചൂടുള്ളതാണെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു 1 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി. നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറാണ്. ഇനി നമുക്ക് ഈ പൊടിയാക്കി വെച്ചേക്കുന്ന കടലപ്പൊടിയിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇടാം. അതിൻ്റെ കൂടെ പൊടിച്ച 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം.
അതിൻ്റെ കൂടെ നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ കൂടെ ഒഴിക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നമ്മൾ ഒന്നുകൂടെ അടിക്കുന്നു. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. നമുക്കതുകൂടെ ചേർത്ത് അടിക്കാം. ഇത് നമ്മൾ ബൗളിലേക്ക് പകരുവാണ്. നമ്മുടെ ന്യൂട്ടല്ല ഇവിടെ റെഡിയായി. ഇച്ചിരി കൂടി ഇതിൻ്റെ രുചി വർദ്ധിക്കാൻ നമുക്ക് 5-6 ബദാം പരിപ്പ് കൂടി ഇടാം. ഞാനിത് അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ഉഗ്രൻ സാധനമാണ്. ഞാനിത് എൻ്റെ അനിയത്തിമാരെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. നക്കിക്കും. നമ്മുടെ ന്യൂട്ടല്ല റെഡി ആയിട്ടു. എല്ലാവർക്കും ബൈ ബൈ. Respected teachers and my dear friends, nowadays online learning turns to be more and more practiced. Many traditional universities shares their courses in online for free. It represents an easy and comfortable method to achieve knowledge in almost every field, from law and accounting to human sciences such as psychology, sociology or history. Online learning turns to be a great alternative to traditional universities, and especially for people who can't afford time and money to take real courses. But what are the merits and demerits of online learning? Although many people still consider traditional universities as the best way to achieve knowledge and to get a diploma, online learning is a great alternative to that. Students have the chance to study in their own time and especially for free. It represents a great way to study in many fields and to boost the level of self-motivation. Online learning is so effective because students have the time for their homeworks and there is more time left for hobbies and for finding a job. And access for all resources of traditional course helps participants learn wherever they are, leaving the freedom to choose the time for study. With basically an internet connection, a person can attend different courses. Among the advantages of online learning, there are responsibilities and self-discipline of students. Only in a small group, a person can develop properly. At school, students learn how to make friends, be patient, get rid of disappointment, and especially to compete. Competition is a great way to students. It have only benefit for the students. Another disadvantages of online class is it cannot offer human interaction. In conclusion, online learning can be very complement and extension of classical forms of learning. Not even the best online course can replace contact with teacher and human interaction which develop in a group. So, traditional classes cannot be replaced with online classes. Thank you. എൻ്റെ പേര് ജാസ്മിൻ പ്രതീഷ്. ഞാൻ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ വെള്ളികുളം 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പാഠമാണ് ആരും പഠിക്കും. ഏതാനും പണ്ഡിതന്മാർ എന്തോ കാര്യങ്ങൾക്കുമായി ചർച്ച ചെയ്ത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. അക്ബർ ചക്രവർത്തി ബിബറിനോടായി ചക്രവർത്തി പറഞ്ഞു, ബിബൽ, എനിക്ക് വേണ്ടത്ര പണ്ഡിത്യമില്ല. എനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം പഠിക്കണം. നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അടുത്ത പ്രഭാതത്തിൽ ദർബർ ഹാളിലെത്തിയ ചക്രവർത്തി ആ കാഴ്ച കണ്ട് അമ്പരന്നുപോയി. എല്ലാതരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ കുട്ടികളും വൃദ്ധന്മാരുമുണ്ട്, വീട്ടമ്മമാരും അലക്കുകാരികളുമുണ്ട്, കൃഷിക്കാരുണ്ട്, ആക്രക്കാരുണ്ട്, കാലി മേയ്ക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഗുമസ്തന്മാരുണ്ട്, ആധാരം എഴുതുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്, സന്യാസിമാരുണ്ട്, കൂടാതെ മറ്റനേകം പേർ വേറെയുമുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ചക്രവർത്തി ഗർജിച്ചു. ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാനാണ്. അതിനു രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു.
എന്തിനാണിത്? ചക്രവർത്തി ക്ഷമിച്ചാലും ഞാൻ അങ്ങയോട് ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത്, ബിബൽ പറഞ്ഞു. തുടർന്ന് ചോദിച്ചു, മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയുമോ? ഇല്ല, അതും ഇതുമായി എന്തു ബന്ധം? ചക്രവർത്തി കോപത്തോടെ ചോദിച്ചു. തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിപ്പോകാൻ അങ്ങേക്കറിയുമോ? അതുമില്ല. വസ്ത്രങ്ങളിലെ കറ കളയാൻ അങ്ങേക്ക് തീർച്ചയായും ഇല്ല, അക്ബർ പറഞ്ഞു. ഓരോ വിളയും എപ്പോഴാണ് നടത്തേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയുമോ? പാഴായ വസ്തുക്കളിൽ നിന്ന് പ്രയോജനപ്പെടുത്തി തിരഞ്ഞെടുത്ത് നനയ്ക്കാനറിയുമോ? പച്ചമേടുകൾ എവിടെയാണെന്ന് അങ്ങേക്കറിയുമോ? നമ്മുടെ ഉൽപ്പന്നത്തിൽ എവിടെയാണ് നല്ല വിലയ്ക്ക് വിൽക്കാനാകുന്നത് എന്നറിയുമോ? അതുമല്ലെങ്കിൽ കൈ എഴുത്ത് ഒരു ചിത്രം പോലെ മനോഹരമായി വരയ്ക്കാൻ നിങ്ങൾക്കറിയുമോ? ഇല്ല ഇല്ല ഇല്ല, 1000 വട്ടമില്ല. കോപം കൊണ്ട് ചുവന്നു തുടുത്ത ചക്രവർത്തി ആക്രോശം കൊണ്ട് അയാൾ തിരുമനസേ, ബിബൽ ശാന്തനായി പറഞ്ഞു. ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനാവുന്നുണ്ട്. ഓരോരുത്തർക്കും മറ്റുള്ളവർക്കും എന്നറിഞ്ഞുകൂടാത്ത ചിലതൊക്കെ അറിയാം. ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുകളുണ്ട്, കുറച്ച് അറിവുകളുണ്ട്, ചില പ്രത്യേകതകൾ, ചില വാസനകൾ. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനും അതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസിയാകാനും കഴിയും. ആ വൃദ്ധനായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? അക്ബർ ചക്രവർത്തിയെ ആര് പഠിപ്പിക്കാം? വിബൽ ജി മോഹൻകുമാരി. ഒഴുകും പുഴയുടെ ഈണത്തിലും താഴുകും തെങ്ങലിൻ താളത്തിലും, ഒഴുകും പുഴയുടെ ഈണത്തിലും താഴുകും തെങ്ങലിൻ താളത്തിലും, കൈരളി പാടുമീ മലയാള പഴമയിൽ കാണുവതേതൊരു ഭാവം, നീ തേടുവതേതൊരു ഗീതം. ഒഴുകും പുഴയുടെ ഈണത്തിലും താഴുകും തെങ്ങലിൻ താളത്തിലും, കഥകളി നർത്തനമുദ്രകളിൽ ലാസ്യമനോഹര രൂപങ്ങളായി, കഥകളി നർത്തനമുദ്രകളിൽ ലാസ്യമനോഹര രൂപങ്ങളായി, തമ്പുരു ശ്രുതി ചേർത്തു ഗാഥകൾ പാടുമീ